നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെ റോ മെറ്റീരിയൽ വരുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പോ നമ്മൾ ഏറ്റവും നന്നായി നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ റോ മെറ്റീരിയൽ ഇവിടുന്ന് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വാളിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഇവർ ആ പ്രോഡക്റ്റ് എടുക്കുന്നത്. എല്ലാ ക്വാളിറ്റി ഉണ്ട്. അല്ല, അത് ഇനി ഒരു ഞാൻ കണ്ടെത്തിയ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചാല്, നമ്മുടെ നാട്ടിൽ പലപ്പോഴും പറയും കോപ്പി ഉണ്ടാക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നത് പറയും. ഈ സാധനം നമ്മൾ എന്തിനു മേടിക്കണോ അതെന്നുള്ള ചോദ്യമില്ലേ? നമ്മൾ എന്തിനാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഈ കോപ്പി സാധനം മേടിക്കുന്നത്? ഇതിന് നമ്മൾ പറയാണ് അത് കോപ്പിയാണെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വാച്ച് മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ പറയുന്നത് കോപ്പി വാച്ച്. നമ്മൾ എന്തിനു മേടിക്കണം? നമ്മളെപ്പോലുള്ള ആളുകൾ അവിടെ വന്ന് ഈ സാധനം മേടിക്കുന്ന അറിയുകൊണ്ടാണല്ലോ അവരവിടെ അങ്ങനെ കോപ്പി മാർക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള കാശ് നമ്മൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് എടുത്ത് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അല്ലേ? അതല്ലാതെ അവരുടെ തന്നെ ആ വാച്ച് മാർക്കറ്റിനകത്ത് അവരുടെ തന്നെ ചൈനീസ് ബ്രാൻഡ് ഉണ്ട്, നല്ല ഫൈൻ ക്വാളിറ്റിയാണ്. അതിന്റെ ബ്രാൻഡ് വെച്ചിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചുകൊണ്ടാണ്. പലപ്പോഴും സാമ്പിളുകളാണ് ഇവർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്, ഡെമോ പീസ് സാമ്പിളുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ സാമ്പിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെടുത്ത് കളയും, അല്ലേ? ഇവര് സാമ്പിൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? മാർക്കറ്റിൽ കൊണ്ടിട്ട് ഇവരത് വിറ്റു. അവർക്ക് ആ കോസ്റ്റ് എന്ത് ചെയ്ത് അവർ കയ്യിൽ കിട്ടി. അങ്ങനെ സാമ്പിൾ ഉണ്ടാക്കി വിറ്റ് ഇപ്പൊ എന്തായി? എല്ലാ ഇൻവെൻഷനും ശരിക്കും ഡ്രോണ് അതുപോലെ പല സംഭവങ്ങൾ എന്ത് ചെയ്തു? ചൈന അവര് ഡെവലപ്പ് ചെയ്തെടുത്തു. ഇവരതിന്റെ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഇങ്ങനെ ഒരു ബസ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കമ്പനികളുണ്ട്. മഹീന്ദ്ര ഉണ്ട്, ടാറ്റ ഉണ്ട്, അശോക് ലൈലൻഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വലിയ കമ്പനികളുണ്ട്. പക്ഷെ ഇത്രയും ഭംഗിയുള്ള ഒരു വണ്ടി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ടല്ല, അതിലേക്ക് വേണ്ട എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഒരാളെയും നമ്മൾ എന്ത് ചെയ്യണില്ല, പഠിപ്പിക്കണില്ല.